ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് 1 കിലോ പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുഴച്ചൊന്നും എടുക്കാതെ തന്നെ മൂടി വെക്കാം. ഒരു 2 മണിക്കൂർ മൂടി വെച്ച് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടും. ഇനി നമുക്കത് നന്നായി ഒന്ന് കുഴച്ച് എടുക്കാം. മാവ് കുഴച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മാവ് കുഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂറും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടിയ മാവിനെ കുറേ നമുക്ക് ആവശ്യത്തിനുള്ള ബോൾസുകളാക്കി എടുത്ത് ഞാനിവിടെ പത്തിരി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ചപ്പാത്തി പലകയിലാണ് പരത്തുന്നതെങ്കിൽ കുറച്ചും കൂടെ വലിപ്പത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ കല്ല് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയായി കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thanks for watching. Bye bye.